മനുഷ്യൻ എവിടെയാണ് അവർക്ക് വില ലഭിക്കാത്തത്, അവിടെയായിരിക്കും അവർ ഏറ്റവും അധികം ആത്മാർത്ഥമായി പെരുമാറുന്നത്. നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ലോകവും. അതിനാൽ എപ്പോഴും നല്ലതിനെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കുക. വീണുപോകുന്നത് തെറ്റൊന്നുമല്ല, എന്നാൽ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് തെറ്റ്. ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല, മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല. കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ അർത്ഥമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണ് അവയുടെ വരവ് കാണാൻ. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവ കിടന്ന് കാലിട്ടടിക്കുന്നത്. മനുഷ്യൻ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയുമുള്ളൂ. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിലും മാറ്റം വരാം. രണ്ടു കണ്ണുകളും ഇല്ലാത്തവർ മാത്രമല്ല, തൻ്റെ ഇണയുടെ ഹൃദയം കാണാത്തവരും അന്ധരാണ്. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവരിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ടു പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ടു പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്ന തിരിച്ചറിവ് നൽകുന്നത്. നഷ്ടങ്ങളോടും ദുഃഖങ്ങളോടും എപ്പോഴും കടപ്പെട്ടിരിക്കുക. നമ്മുടെ കാഴ്ചകൾ വലുതാക്കിയതിനും മനുഷ്യരെ തിരിച്ചറിയാൻ സഹായിച്ചതിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിപ്പിച്ചതിനും. മധുരമുള്ള വാക്കുകൾ എല്ലായ്പ്പോഴും ആത്മാർത്ഥമല്ല. ആത്മാർത്ഥമായ വാക്കുകൾ എല്ലായ്പ്പോഴും മധുരമുള്ളതല്ല. എന്നാൽ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് എപ്പോഴും പ്രവൃത്തിയിലൂടെ വെളിവാകുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിലൂടെ വിലയിരുത്തണം. കൊഴിഞ്ഞു വീണ ഇന്നലെകൾ ഓർമ്മകളായി നെഞ്ചിലും വരാനിരിക്കുന്ന നാളുകൾ ആദിയായി തലയിലും വന്നിരിക്കുന്നത് കൊണ്ടാവണം ജീവിച്ചിരിക്കുന്ന ഇന്നുകൾക്ക് വല്ലാത്ത ഭാരം. വിട്ടുകളയാൻ തോന്നാത്തതും എന്നാൽ സ്വന്തമാക്കാൻ കഴിയാത്തതുമായ ചില ബന്ധങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും നൽകുന്നത്. ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിൽ ആയിരിക്കാമെന്നത്. നിശബ്ദതയും പുഞ്ചിരിയും രണ്ട് ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ചു മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. സാഹചര്യങ്ങളെ പഴിചാരാതെ നമ്മുടെ സമയത്തിനും പരിമിതികൾക്കും അനുസരിച്ച് ആഗ്രഹങ്ങൾക്കായി പ്രവർത്തിച്ചു തുടങ്ങുക. ഇന്നല്ലെങ്കിൽ നാളെ വിജയം നമ്മളെ തേടിയെത്തും. പരിഗണനയാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ബഹുമതി. സ്നേഹമാണ് ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നന്മ. നമ്മുടേതെന്ന് കരുതിയ മനുഷ്യർ നമ്മുടേതല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇറങ്ങിപ്പോകേണ്ടത് ജീവിതത്തിൽ നിന്നല്ല, ആ മനുഷ്യരിൽ നിന്നാണ്. നിങ്ങൾ ലോകത്തിന് എന്താണോ കൊടുക്കുന്നത് അതുമാത്രമേ ലോകവും നിങ്ങൾക്ക് തിരികെ നൽകുകയുള്ളൂ.